രാജ്യത്തെ ഞെട്ടിച്ച സ്ഫോടനങ്ങളിലൊന്നാണ് ഇന്നലെ ഡൽഹിയിൽ അരങ്ങേറിയത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭീകരർ അവിടെ ലക്ഷ്യമിട്ടത് സത്യത്തിൽ ചെങ്കോട്ടയല്ല, മറിച്ച് ചാന്ദിനി ചൗക്കായിരുന്നു. ആ മാർക്കറ്റ് ഒന്നടങ്കം പൊട്ടിത്തെറിപ്പിക്കാനുള്ള നീക്കത്തിലായിരുന്നു അവർ. ആ ചാവേറുകൾ കാറിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ഒരു സംഭവമുണ്ടായി. നവംബർ 7-ാം തീയതി ഗുജറാത്ത് ATS അഹമ്മദാബാദിൽ നിന്നൊരു ഡോക്ടറെ പിടികൂടുന്നു. ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ മുഹീദ്ദീൻ. ഈ ഡോക്ടർ മുഹീദ്ദീൻ മാരകമായ വിഷക്കൂട്ട് നിർമ്മിച്ച്, രാസവിഷം നിർമ്മിച്ച്, അതും ആയുധങ്ങളുമായിട്ട് വരികയായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടത്തി ഇപ്പുറത്ത് ഡ്രോൺ വഴി അതിർത്തി കടത്തി ഇപ്പുറത്തെത്തിച്ച ആയുധങ്ങൾ ഈ ഡോക്ടർക്ക് കൈമാറിയ 2 ഉത്തർപ്രദേശ് സ്വദേശികളടക്കം 3 പേർ ഗുജറാത്ത് ATSന്റെ പിടിയിലായതാണ് സംഭവങ്ങളുടെ തുടക്കം. തുടർന്ന് ഈ ഡോക്ടറെ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു ഡോക്ടർ ഹരിയാനയിലെ ഫരീദാബാദിൽ സ്ഫോടനങ്ങൾക്ക് എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കാത്തിരിക്കുകയാണ് എന്ന വിവരം കിട്ടി. അങ്ങനെ ഫരീദാബാദിലെ ഡോക്ടറെ പൊക്കി. ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് അയാൾ 2 വീടുകൾ വാടകയ്ക്ക് എടുത്തിരുന്നു. ഒരു വീട്ടിൽ 350 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും മറ്റൊരു വീട്ടിൽ 2560 കിലോ RDXും സൂക്ഷിച്ചിരുന്നതായിട്ടാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ഡോക്ടർ, ഈ ഫരീദാബാദിൽ നിന്ന് പിടിയിലായ ഡോക്ടർ, ആ ഡോക്ടറെ ചോദ്യം ചെയ്തപ്പോൾ ലക്നൗ, അതായത് ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ഒരു ഡോക്ടറെ കുറിച്ച് വിവരം കിട്ടിയത് ഒരു വനിതാ ഡോക്ടറാണ്, ഷഹീൻ. ഡോക്ടർ ഷഹീൻ എന്നാണ് അവരുടെ പേര്. അവരെ പിന്തുടർന്ന പോലീസ് അവരുടെ കാറ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ അവരുടെ കാറിൽ നിന്ന് ഈ AK-47 തോക്കാണ് പോലീസിന് ലഭിച്ചത്. ഇതിൻ്റെ തുടർച്ച എന്നോണം ഈ ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടറുടെ വെയറബൌട്ട്സ് അന്വേഷിച്ചപ്പോൾ ഈ ഡോക്ടർ ശരിക്കും കാശ്മീരിയാണ്. ഈ ഡോക്ടറിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചു പോയപ്പോൾ ഇയാൾക്ക് വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്ത ഫരീദാബാദിലെ ഒരു ഇമാമിനെ കസ്റ്റഡിയിൽ കിട്ടി. അത് ഇർഫാൻ ഹബീബ് എന്നൊരു ഇമാമിനെയാണ് പിടികൂടിയത്. ഈ ഇർഫാൻ ഹബീബിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡോക്ടർ മുസമ്മിൽ ഗണൽ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഡൽഹി പോലീസ് ഈ ഡോക്ടർ മുസമ്മിൽ ഗണലിനെ പിടികൂടി. ഡോക്ടർ മുസമ്മിൽ ഗണൽ പിടിയിലായി എന്നറിഞ്ഞ ഉടൻ തന്നെ ചാന്ദിനി ചൗക്കിൽ സ്ഫോടനം നടത്താൻ വേണ്ടി കാറിൽ സ്ഫോടക വസ്തുക്കളുമായിട്ട് വരികയായിരുന്ന ആ ചാവേർ സംഘം അവർ ആകെ ഭയന്നുപോയി. കാരണം മുസമ്മിൽ ഗണൽ പിടിയിലായാൽ വൈകാതെ തങ്ങളും പിടിയിലാകും എന്നവർക്കറിയാമായിരുന്നു. അതിനാലാണ് അവർ വളരെ കൃത്യമായിട്ട് ഈ ചാന്ദിനി ചൗക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് ഈ കാറ് ബ്ലാസ്റ്റ് ചെയ്തത്, അവിടെ സ്ഫോടനം നടത്തിയത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ കാറിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചപ്പോൾ ഇന്നലെ രാത്രി തന്നെ, അതായത് സ്ഫോടനമുണ്ടായി 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കാറുമായി ബന്ധപ്പെട്ട് കാറിൻ്റെ ഉടമസ്ഥൻ, അതുമായി ബന്ധപ്പെട്ട് 4ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ 4 പേരും ഡൽഹിയിലുള്ളവരാണ്. പക്ഷേ ആദ്യം ഈ കാറിൻ്റെ ഉടമസ്ഥൻ ഹരിയാനക്കാരനായ മുഹമ്മദ് സൽമാൻ ആയിരുന്നു. മുഹമ്മദ് സൽമാൻ ഈ കാറ് ദേവേന്ദർ എന്ന് പറയുന്ന ആളിന്, ഡൽഹി സ്വദേശിയായ ദേവേന്ദറിന് മറിച്ചു വിറ്റു. ദേവേന്ദറിൻ്റെ കയ്യിൽ നിന്ന് കാശ്മീർ സ്വദേശിയായ അമീറാണ് ഇത് വാങ്ങിയത്. അവിടം തൊട്ടാണ് പിന്നെ ചിത്രം മാറുന്നത്. ഈ അമീറിൽ നിന്ന് മറ്റൊരു കാശ്മീർ സ്വദേശിയായ പുൽവാമക്കാരനായ താരിഖ് ഈ കാറ് ഇക്കഴിഞ്ഞ മാസം വാങ്ങി. അത് വാങ്ങിയതിന് ശേഷം ഇക്കഴിഞ്ഞ ഒക്ടോബർ 20-ന് ഈ താരിഖ് ആ കാറ് ഡോക്ടർ ഉമർ മുഹമ്മദിന് വിറ്റു. ഈ ഡോക്ടർ ഉമർ മുഹമ്മദാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ മാതാവിനെയും 2 സഹോദരങ്ങളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ കസ്റ്റഡിയിലാണ്. അവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. ഈ കാറിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദാണ്. ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും
ഈ ഡോക്ടർ മുസമ്മിൽ ഗണലിനെ പിടികൂടാൻ കഴിഞ്ഞതാണ് വലിയ നേട്ടമായത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജ്യം കണ്ട ഏറ്റവും വലിയ സ്ഫോടനങ്ങളിൽ ഒന്നായിരിക്കും ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ നടക്കുക. അവർ റെഡ് ഫോർട്ട്, ചുവന്ന കോട്ട ലക്ഷ്യമിട്ടാണ് വന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പല വാർത്താ മാധ്യമങ്ങളും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു കോട്ട തകർത്തിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. നമുക്കറിയാം, ഇത് ഈ IS-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളാണ് ഇവരൊക്കെ എന്ന വിവരമാണ്. ഈ ഡോക്ടർമാരൊക്കെ ഈ IS-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളാണ് എന്ന സ്ഥിരീകരിക്കാത്ത വിവരം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ IS അവരുടെ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും കെട്ടിടങ്ങൾ ബോംബ് വെച്ച് തകർക്കുകയല്ല, മറിച്ച് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ച് അതവിടെ പൊട്ടിത്തെറിപ്പിച്ച് പരമാവധി ആൾനാശം വരുത്തുക എന്നുള്ളതാണ് അവരുടെ രീതി. ഇത് സംബന്ധിച്ച് മുമ്പും നമുക്കറിയാം, കാസർഗോഡ് സ്വദേശി, കേരളത്തിൽ നിന്നുള്ള ഒരു കാസർഗോഡ് സ്വദേശി പിടിയിലായപ്പോൾ അയാളുടെ വാട്സാപ്പ് ചാറ്റുകളും ടെലഗ്രാം മെസ്സേജുകളും ഒക്കെ വീണ്ടെടുത്തപ്പോൾ നമ്മുടെ NIA-യ്ക്കും പോലീസിനുമൊക്കെ കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. വലിയ വലിയ ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിൽ, ക്ഷേത്രോത്സവം ഉൾപ്പെടെയുള്ള പെരുന്നാളുകൾ, ഉത്സവങ്ങൾ ഒക്കെ നടക്കുന്ന ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് സ്ഫോടക വസ്തു നിറച്ച വാഹനം ഇടിച്ചു കയറ്റി സ്ഫോടനമുണ്ടാക്കി പരമാവധി ആൾക്കാരെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്ന IS രീതി, അല്ലെങ്കിൽ ഒരു IS ചാവേറിൻ്റെ, ഇയാൾ പിന്നീട് അഫ്ഗാനിലോ മറ്റോ സിറിയയിലോ മറ്റോ വെച്ച് സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഈ ആളിൻ്റെ ടെലഗ്രാം മെസ്സേജുകൾ തിരിച്ചെടുത്തപ്പോൾ, അത് മായ്ച്ചു കളഞ്ഞതിനെ തിരിച്ചെടുത്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് ഇതൊക്കെ. ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഡൽഹിയിലും സമാനമായ രീതിയിൽ അവർ പ്രവർത്തിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ വലിയ ആഴത്തിലുള്ള വേരുകൾ ഇതിനുണ്ട് എന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിനാൽ തന്നെ കേസ് വൈകാതെ NIA-ക്ക് കൈമാറും. ഔദ്യോഗികമായിട്ട് NIA-ക്ക് കൈമാറിയിട്ടില്ല. NIA പക്ഷേ സ്ഥലത്തുണ്ട്, NSG ഒക്കെ ഈ സ്ഥലത്തെത്തി, സൈബർ ഫോറൻസിക് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ അവർ അലർട്ടാണ്. ഉറക്കമൊഴിഞ്ഞ് ആ വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ ശേഖരിച്ചവർ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്രയും വിവരങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ലഭിക്കാൻ ഇടയായത്. എന്തായാലും 4 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന ഒരു അനൗദ്യോഗിക വിവരം പുറത്തു വരുന്നുണ്ട്. 13 പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതുപോലെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് IED സ്ഫോടനമാണ് ഇവിടെ നടത്തിയത് എന്നാണ് പ്രാഥമിക വിവരം. അമോണിയം നൈട്രേറ്റിൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള രാസപരിശോധന പുരോഗമിക്കുന്നു. ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഇതുവരെ നമുക്ക് ലഭിച്ചത്. മാത്രമല്ല, ഈ ചാന്ദിനി ചൗക്കിനും റെഡ് ഫോർട്ടിനും അടുത്തുള്ള പഹാഡ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ ഈ കേസിൽ UAPA രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടത് രാജ്യത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ടാണ് അവർ UAPA രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഹരിയാനക്കാരനായ മുഹമ്മദ് സൽമാനിൽ തുടങ്ങി ഡൽഹി സ്വദേശിയായ ദേവേന്ദറിലൂടെ ഈ i20 കാർ, ഹുണ്ടായി i20 കാർ അമീർ എന്ന കാശ്മീർ സ്വദേശിയിലേക്ക് എത്തുന്നു. അമീറാണ് ഇത് പുൽവാമ സ്വദേശിയായ താരിഖിന് വിൽക്കുന്നത്. താരിഖിൽ നിന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബർ 20 ഈ കാറ് ഡോക്ടർ ഉമർ മുഹമ്മദ് വാങ്ങി എന്നുവരെയുള്ളത് വളരെ കൃത്യമായിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെളിവുകളെല്ലാം വളരെ കൃത്യമാണ്. ഇതിനകത്തൊന്നും പോലീസിന് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഡോക്ടർ ഉമർ മുഹമ്മദിനെ സംശയിക്കുന്നത്. ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് പോലീസ് കരുതുന്നു. ഉമർ മുഹമ്മദിൻ്റെ കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കാൻ ഇന്ന് രാവിലെ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് 11 മണിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 11 മണിക്ക് ആ യോഗം ചേർന്ന് അവിടെ ചർച്ചകൾ നടന്നതിന് ശേഷം അമിത്ഷാ തന്നെ നേരിട്ട് വാർത്താ മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിക്കും എന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കിട്ടിയ വിവരങ്ങളെല്ലാം വളരെ ഞെട്ടിക്കുന്നതാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ഇതിൻ്റെ ഈ IS മോഡ്യൂളിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നാലെ വരാം.